അവിടെ ആർക്കാ കിച്ചൂനല്ലേ? ഇതെന്നാള് കൊണ്ടുവന്ന മീനില്ലേ, ഇതിലും ചെറുതായിരുന്നു മത്തി അല്ലേ. നേരേക്കാന് 1/2 കിലോനാ. ഞാൻ ഇവിടെ പോയി വന്നപ്പോ ഇന്നത്തെ വലിപ്പം അതിനേക്കാളും ചെറുതാ. ഞാൻ കുറച്ച് വലുത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 24 മത്തി ഉണ്ടാവുള്ളൂ കേട്ടാ. മത്തി എന്താന്നറിയോ, കുട്ടികൾക്ക് ശരിയാ. ഇനി ഞാൻ വല്ല മീൻ കച്ചവടം തുടങ്ങിയാലോ മീൻ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അളവ് നോക്കിട്ട് മീൻ വാങ്ങാൻ പറ്റും. പോയിട്ട് സത്യം പറയാച്ചല്ലേ, മീൻ ഉണ്ടാക്കിട്ട് വിൽക്കല്ലോ അവര്. മീൻ നേരേക്കുമ്പല്ലേ സമയം എത്ര വേണം വെച്ചിട്ടാ. മീൻ നേരേക്കുമ്പോ ഞങ്ങക്ക് 2 ആൾക്ക് നല്ല സമയം. പക്ഷെ എൻ്റെ അമ്മ നിമിഷ നേരം കൊണ്ട് മീൻ നേരേക്ക് കഴിയും. എങ്ങനെയാ അതെന്ന് എനിക്കറിയില്ല. വേഗം മീൻ നേരേക്കിൽ കഴിയും. ഇത് ഇന്നിക്കുള്ളതല്ല കേട്ടോ, ഇത് നാളേക്കുള്ളതാണേ. എന്നറിയാതെ നമ്മൾ മീൻ വാങ്ങി വെച്ചതാ. എന്നാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളും ഉണ്ട്. അപ്പം നേരേക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വിചാരിച്ചു. നേരേക്കാണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്രേ. പക്ഷെ നമുക്കത് വെക്കുമ്പോൾ എന്തോ പോലെ മീൻ പൈസ ഇട്ട് വെക്കണത്. ഇതിപ്പോ ഇപ്പൊ പിടിച്ചൊന്നും മീനൊന്നല്ല, ഇത് ഏതോ കാലത്ത് പിടിച്ചൊന്നും മീനല്ലേ. അല്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പറയുക. പിന്നെന്താ, ധൈര്യമായിട്ട് വെച്ചോ ഫ്രിഡ്ജിലല്ലേ. മത്തി അച്ചൂനും അമ്മൂനും, നമ്മുടെ അച്ചൂനും അമ്മൂട്ടിക്ക് നല്ല ഇഷ്ടം കേട്ടോ. ആ ചോറിൻ്റെ തീയൊന്ന് ഇതാക്കോ. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവ് റവയും സേമിയയും പാടെ കൂട്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിട്ടോ. ചിലവരെന്താ പറഞ്ഞതിന്, നമ്മൾ ഉപ്പുമാവ് എന്ന് പറഞ്ഞപ്പോൾ ചിലവർ കിച്ചടിന്നോ കിച്ചടി എന്തോ ഒന്ന് സംഭവം ഇങ്ങനെ എന്തോ പറഞ്ഞു. ഞാനപ്പോൾ കിച്ചടി തന്നെയല്ലേ. ഇന്നലെ എന്താ കിച്ചൊക്കെ സേവ കഴിച്ചു കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഇന്നലെ ഡാൻസ് കാണാൻ പോയില്ലേ. അപ്പം അവിടുന്ന് സേവ കഴിച്ചു. ആദ്യമായിട്ടാണ് ഒരു സേവ കഴിക്കുന്നത്. അപ്പോൾ പറയാണ് നൂൽപുട്ടും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിക്കുകയാണെന്ന്. സത്യം പറയാ വെച്ചാൽ നമ്മൾ ഈ പാലക്കാട്, നമ്മളുടെ ഈ ഭാഗത്തൊന്നും സേവ ഇല്ല കേട്ടോ. ഉപ്മാ ആദ്യം അവൻ എരിവുണ്ടാവും വിചാരിച്ചതാണ്. പിന്നെ എരിവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 2 പേര് മേടിച്ചു. നല്ല ടേസ്റ്റാണ് അത്ര സേവ. നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. അത് ഉണ്ടാക്കണത് ഞാൻ വീഡിയോയിൽ നോക്കിയിരുന്നു. അത് നോക്കണ കണ്ടപ്പോൾ നമുക്ക് നല്ല പണിയായിട്ട് തോന്നിയിട്ടാ. നല്ല പണിയായിട്ട് തോന്നി. ഇപ്പൊ പിന്നെ നൂൽപുട്ടിന്റെ പൊടിയും കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയായിരിക്കും. അതിന്റെ മെഷീനും നമുക്കോ സേവയല്ലേ. ശരിയാണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യപ്പോ സേവാന്ന്. വലിയ നൂലായിട്ട് വരുന്നല്ലേ, അപ്പൊ സേവായിട്ട് ഉണ്ടാക്കാം. സേവ എന്താ, പാലക്കാട് പോകുമ്പോ ഒരു ഭാഗത്ത് കണ്ടില്ലേ സേവ വിൽക്കപ്പെടും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? പാലക്കാട് ഭാഗത്ത് കൂടെ തന്നെ ഉള്ളൂ. പാലക്കാട് നമ്മളതേപോലെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. എനിക്കിപ്പോ പാലക്കാട് നിന്ന് വരുന്നില്ലല്ലോ. നല്ല ഈ കാണും ഈ പാലക്കാട് തന്നെയല്ലേ എപ്പോഴും. ഓടക്കോട് എടുക്ക സൂന്യെ, ഇങ്ങനെ അടുപ്പിൻ്റെ ഉള്ളിൽ തലയിടാൻ നിൽക്കണോ? ഓടക്കുഴല് കോഴീനെ വിട്ടോ? കോഴീനെ വിട്ടു. മറ്റവൻ പോയില്ലേ? അവൻ രാവിലെ ഊരുതണ്ടാൻ പോയി. നേരം വിളിച്ചേ പോയിരുന്നു. അവനല്ലേ നമുക്ക് കൊടുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവനെ. എന്നിട്ടാ തെമ്മാടിയോ തല്ലിയിട്ട്. ഇന്ന് കിച്ചുവിനെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചു രാവിലെ നേരത്തെ 4:45 പോയിട്ട് 8:30 കിച്ചു വന്നിക്കണത്. കിച്ചുവിന് പിന്നെ മടിയില്ല, അതന്നെ ഏറ്റവും വലിയ കാര്യം. ഇത്ര നേരത്തെ നീക്കണം എന്നുള്ളത് അല്ലേ. അതിന് വേണ്ടിയിട്ട് അമ്മു ആണ് പറഞ്ഞല്ലേ. അമ്മുവിന് ഉറക്കം കുറച്ച് കൂടുതലാണ്. അമ്മുവിൻ്റെ ചാച്ചനും ഒരേപോലെ ഉറക്കത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും 5 മണിക്ക് നീക്കിട്ടോ. ഇന്നല്ല നാളെ അല്ലേ അത്?
എന്ത് എന്ത് ആരുടെ അവാർഡ്? ആരുടെ അവാർഡ്? മ്യൂസിക്കൽ അവാർഡ് മറ്റേത് പോയോ? ആരാ അത് വലിച്ചളഞ്ഞത്? നല്ല ഉഷാറായിട്ട് വന്നല്ല. അതൊക്കെ അന്നേ കൊത്തി കളിച്ച് കളഞ്ഞു. ഇത് പിന്നെ ഞാനൊരു കവറിൽ നിറച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൊടുന്ന് വെച്ചതാണ്. അത് ചെയ്താൽ മതി പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അപ്പോഴേക്ക് അത് പോയി ആയിരുന്നേ. ഇനി അത് ആദ്യം കൊടുന്നുണ്ടാക്കണം. ഇതാണ് കൊരക്കൂർക്ക. കഫക്കെട്ടൊക്കെ പോകാൻ നല്ലതാത്ര. എന്തായാലും ഉണ്ടായത് നന്നായി. മറ്റേത് കണക്കൂർക്കയാണ്, കഞ്ഞിക്കൂർക്കല്ലേ? അത് പോവുകയും ചെയ്തു. അതിൻ്റെ ഇതിൻ്റെയും കൂടി രണ്ടും കൂടി അല്ല തുളസിയിലൊക്കെ കൂടി ഇട്ട് തിളപ്പിച്ച നല്ലതാണ്. ഇത് പിടിച്ചപ്പോഴേക്ക് അത് പോകും. അപ്പം അങ്ങനെ വേനൽക്കാലത്തൊക്കെ അങ്ങനെ കവറിൽ വെച്ചിട്ട് വെക്കണം, അല്ലെങ്കിൽ കുഴിച്ചിട്ടാവണം. തണുപ്പത്ത് വെക്കണം, അതന്നെ ഉണ്ടാവും. ഇത് പിടിച്ചു അത് മാറാത്ത ചുമക്കി ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഭേദമല്ലേ? ഇന്നലെ കുടിച്ചപ്പോൾ മാറ്റുണ്ട്. കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും. കുറച്ചല്ല, 2 ദിവസം കുടിച്ചാൽ മാറും. ഗോതമ്പ് പൂപ്പിന് പിടിച്ചല്ലോ. കണ്ടുപിടിച്ചൂലേ? ഒരു കോഴി കൂടി അല്ലാതെ പോയി. ഏത് കോഴി? അങ്ങനെ കിടക്കുന്നുണ്ടോ? അതന്നെ തണ്ടാ പോണതേ. ഒരു പട്ടി ഉണ്ടല്ലേ? 3. അവനെന്നെ ഞാൻ പറഞ്ഞതേ. മഞ്ഞപ്പൊടിയും ഉപ്പും ഇത് ഫ്രിഡ്ജിലങ്ങോട്ട് അടച്ചു. ആ, എൻ്റെ ഫോണൊന്ന് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ പറ്റുമോ? ഇതിനിവിടെ വെക്കാൻ പറ്റുമോ? അല്ലേ? ഇതാ നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിലെടുത്തേക്കിട്ടെ. പീസറിൽ വെക്കണം, ഇവിടെ വെക്കണം. ഒടിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തിനാണെന്നറിയോ? നാളെ എടുക്കാൻ. നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എടുക്കാൻ വിചാരിച്ച്. കഴിഞ്ഞോ ചുക്കുവെള്ളോ? എൻ്റെ ചെരുപ്പിന് കോലം നോക്കിയൊക്കെ. എൻ്റെ ചെരുപ്പിലൊക്കെ ചാണകാക്കി. ശുദ്ധം വരുത്തിയർക്കണേ. നീ നേരെ കൈ ഭയങ്കര എന്താ നീ ഇങ്ങനെ ഇരിക്കണ്? മീനേ നേരെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യൊരു ചൊറിച്ചില്ല. അത്രയ്ക്ക് നല്ല മീനാണ്. അപ്പൊ അത്രയ്ക്ക് നല്ല മീനാണ്, അതാണ്. ആ പിന്നെ നമുക്കിതിലൊരു കാര്യം പറയട്ടെ. എന്താ കാര്യം പറഞ്ഞു? പറഞ്ഞുതരാം, എപ്പം പറയാം. കയ്യൊത്ത് കേട്ടെ. എല്ലാവരും ഒരു സംശയം ഞാൻ മാറ്റിത്തരാം കേട്ടോ. എന്താ സംശയം? ഇതൊക്കെ സ്വർണ്ണമാണോ എന്നുള്ളത്. എന്താണ് സ്വർണം? 10-15 പവൻ്റെ സ്വർണ്ണമുണ്ട്. പഞ്ചലോകത്തിൻ്റെ മോതിരമാണ് കേട്ടോ. പഞ്ചലോകത്തിൻ്റെ മോതിരം പറഞ്ഞാൽ നമുക്കൊരു വീഡിയോയ്ക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. പഞ്ചലോകത്തിൻ്റെ 2 വള. കല്ലിലൊന്ന് അരച്ച് കാണിച്ചെടുത്ത എന്താ അമ്മിക്കല്ലൊന്ന് അരച്ചു നിങ്ങൾക്ക് എന്താ ഇത്ര സ്വർണ്ണമാണ് പറഞ്ഞ ഇതാണ്ടോ? അല്ലേ? ചെറുതായിട്ട് കളർ മാറും. സ്വർണം നമ്മൾ ഇങ്ങനെ ഉറക്കി എത്ര ശക്തിയില് കാര്യമായിട്ട് കളറൊന്നും മാറില്ല. പക്ഷെ അതിന്റെ മൊത്തത്തിൽ കളർ ചെറിയൊരു മങ്ങനുണ്ടെങ്കിലും ഇത് ഒരു ഇപ്പൊ അറിയാം സ്വർണത്തിന്റെ പഞ്ചലോകത്തിൻ്റെ കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്കത് എന്നിട്ടല്ലേ ഇട്ടൊക്കെയാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളും, എല്ലാവരും തുടങ്ങിക്കോളും. ഏട്ടൻ്റെയിലും ഉണ്ട് പഞ്ചലോകത്തിൻ്റെ. നമ്മുടെ കയ്യിൽ കിടക്കുന്ന വള, നമ്മുടെ വള, ഏത് മോഡൽ വേണമെങ്കിലും അവരുടെ ഇതിലുണ്ട് കേട്ടാ. ഗ്രൂപ്പിലല്ല, ഏതോ ഒരു വർഷമൊക്കെ കഴിഞ്ഞില്ലേ അത്? 1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടോ. അതിൽ ഇഷ്ടം പോലെ നല്ല നല്ല മാലകൾ, താലി അടക്കമുണ്ട് കേട്ടോ പഞ്ചലോകത്തിൻ്റെ. അപ്പോൾ നമ്മൾ എന്താണെന്നറിയോ, കളറ് പോവാതെ നമുക്ക് ഇടാമല്ലോ. ഗ്യാരണ്ടി
വാങ്ങുമ്പോഴും ഇപ്പം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് പാസ് വലിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവർ, എന്താ കയ്യിൽ മോതിരം, കയ്യിൽ എന്താ വള. ഇനിയിപ്പോ തുണി എടുക്കാണ്ടൊക്കെ ഉണ്ട് ഒരു അവസാനം. അങ്ങനെ പറയുമ്പോൾ പറയാണ്, എന്താണ് സാധാരണക്കാർക്ക് ഇതൊന്നും പാടില്ലേ? അത് എന്താ എല്ലാവരും വേറെയുള്ള ആൾക്കാർക്ക് മാത്രമാണോ പാടുള്ളൂ? വേറെയുള്ള മനുഷ്യന്മാർക്കൊന്നും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും പാടില്ലേ? ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ പോയിക്കോട്ടെ. ഇത്രയും വിശാല മനസ്സോടെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ആദ്യമായിട്ടാണ് കാണുന്നില്ല ഏട്ടാ ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ എന്താ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞ് വെച്ചാലേ വിശാല മനസ്സ് തന്നെ. അല്ലാതെ ഇപ്പം എന്താ പറയുന്നത്, ഒരാൾ നന്നാവുമ്പോൾ അത്രയ്ക്കും നല്ലൊരു ഇത് ആവണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അത്ര വിശാലായിരിക്കില്ലേ? വലിയ മനസ്സുള്ളവർക്ക് ഞാൻ ഇതിപ്പോ എന്താ കാണിക്കണെന്ന് അറിയോ, നമ്മള് എല്ലാ കാര്യവും നന്നാവുമ്പോഴല്ലേ നന്നാവണമെന്ന് തോന്നുമ്പോ എത്ര അടങ്ങാറുണ്ടാവും. നന്നായാലേ ദൈവത്തിനല്ലേ അറിയും. സുകന്യയുടെ കാതിൽ കിടക്കണ കമ്മല് കാണുമ്പോ ഊരിട്ട് കെനാലിക്ക് വലിച്ചെറിയുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. കാതിൽ ഏട്ടാ നമ്മള് കുപ്പിയോളകൾ മാത്രമാണ് ഇട്ടിരുന്നത്. കുപ്പിയോളകൾ ഇട്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് കാട്ടിയെന്ന് അറിയാം, നമ്മുടെ കയ്യിൽ അത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സ്വർണത്തിനെക്കാട്ടിലും വലിയ ഗ്യാരണ്ടി ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 170 രൂപയുള്ളൂ ഈ പാദസരത്തിന്. സൂര്യ നിന്റെ പാസര കാണിച്ചു കൊടുത്തി. അവളുടെ പാസര 5 പവണ്ട്. അതിന് എത്ര രൂപ ഉണ്ട്? അതാണ്ടോ കണ്ടു നോക്കിയോക്കൂ. നോക്കട്ടാ എന്താ അങ്ങോട്ടോക്ക്. ഇത് കാണിച്ചപ്പോ ഇതിൻ്റെതാ ഇതിൽ 916 ഉണ്ടാവില്ലേ? ഇവിടെ എവിടെയാണ് 916 ഉള്ളത്? ഇതാണ്ടോ ഇതിലെവിടെയാണ് 916? എവിടെയാണ്? ഇവിടെയും ഇവിടെ ഉണ്ടാവില്ലേ? എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയുന്നില്ല. എന്നിട്ട് അതെന്താ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ 10-15 പവൻ്റെ സ്വർണ്ണം ഉണ്ടാവും കയ്യിൽ. അപ്പം നമ്മളൊക്കെ ഏതൊരു മനുഷ്യനെ എന്താ ചിന്തിക്കണമെന്നറിയാം. ഒരാളെ കുണ്ടിൽ കിടക്കച്ചാൽ എന്നും കുണ്ടിൽ കിടക്കട്ടെ, അവർ മോളിക്കേ പൊന്തരുത്, അവർ പൊന്തിക്കഴിഞ്ഞു വെച്ചാൽ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? ഒരാൾ നന്നാവുക വെച്ചാൽ നമ്മൾ കാരണം നന്നാവുക വെച്ചാൽ നന്നായിക്കോട്ടെ എന്നല്ലേ പറയും. ഇതിപ്പോൾ എല്ലാവർക്കായിട്ട് പറയില്ല, ചിലവർക്കൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. അതൊരു കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അഡ്രസ്സ് അയച്ചു തരൂ, ഞാൻ നിങ്ങൾക്കത് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അഡ്രസ് അയച്ചു കുഴപ്പമില്ലല്ലോ അല്ലേ? ആ 15 പവൻ സ്വർണ്ണം എടുത്തോട്ടെ. ഇപ്പൊ എന്താ വെച്ചാൽ 15 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 15 ലക്ഷം രൂപയുടെ മുകളിലായി. ഞങ്ങള് രക്ഷപ്പെട്ടെ. കാരണം നിങ്ങൾ ഒരു പ്രശ്നമില്ല, അത് വേറെ കഥ. അഡ്രസ് അയച്ചു തരൂ കേട്ടോ, ഞാൻ തരാം. ഇങ്ങോട്ട് തിരിച്ചയച്ചു തരരുത്. വള, മോതിരം, പാദസരം, കഴുത്തത്തെ മാത്രം തരില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ചെറിയൊരു നൂലുണ്ട്. ഇത് നമ്മൾ പറയില്ല സ്വർണ്ണല്ല. ഇത് നമ്മൾ അയച്ചില്ല. ഇത് പറയുന്നത് ശരിയാണ് കേട്ടോ. ഇത് ഗോൾഡ് തന്നെയാണ്. ഗോൾഡൻ. അയ്യോ ഇത് പറഞ്ഞപ്പോ എന്താ ഊരി വരുന്നത് നോക്ക്. ഇത് സ്വർണ്ണമാണ് കേട്ടോ. ഇത് 916 തന്നെയാണ്. ഇത് എൻ്റെ എന്താ എങ്ങനെ പറയാ, ഓരോ കാര്യത്തിന് കൊണ്ടുപോയി പണയം വെക്കും, പിന്നെ എടുക്കും. ഇതാ ഇതൊരു നൂല് പോലത്തെ വേണ്ട. കാണുന്നുണ്ടോ? ഇതിൽ ഞാൻ കാണിച്ചു തരാം. മാലയല്ല, അതാ ഇതിൽ കണ്ടോ, താലിയിൽ നമ്മുടെ പേര് എഴുതിയൊരു താലിയാണ് കേട്ടോ. ഇതില് പേര് എഴുതിയതാ കണ്ടോ. മോതിരത്തിന്റെ പ്രത്യേകത അതാണ്, പഞ്ചലോഹത്തിൽ പേരെഴുതി തരുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതില് മാത്രല്ല അവര് താലിയിൽ പേരെഴുതി തരും. അതേപോലെ അതന്നെ പറഞ്ഞ പഞ്ചലോഹത്തിൽ പേരെഴുതി തരുന്നതാണ് അതിന്റെ പ്രത്യേകത. പഞ്ചലോഹത്തിന്റെ മാലകൾ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണമാലേനെക്കാട്ടിലും ഡിസൈനും ഇത് കളർ ഇതിനായിട്ട് ഉണ്ടാകുന്ന. അപ്പൊ ഇത് മഞ്ഞ കളർമാര് റോസ് കളർമാര് ആയിപ്പോയത്. ശരിക്ക് സ്വർണ്ണ കളറായത്. വീഡിയോ എടുക്കും ഇങ്ങോട്ട് പോരും. എവിടെ മത്തം വാങ്ങിയത്? ഇതില് മത്തല്ലല്ലോ, ഇതില് മല്ലിയില ഉണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്, ഉള്ളിയുണ്ട്. മത്തം മുറിച്ചു തന്നല്ലോ. അപ്പൊ അതിലിട്ടില്ലേ? പൈസയും കൊടുത്തോ? ആർക്കറിയാം. അടിപൊളി. വണ്ടിയിലുണ്ടോ ഓട്ടോയില്? അതെ, കിച്ചുവാണ് എടുത്തത്. കിച്ചു തൊട്ട് മത്തം ഉണ്ട് പറഞ്ഞു. മത്തം വാങ്ങിയ മത്തം എടുത്ത് മുറിച്ചാണേ.
ഇനി മത്തം വേണ്ട, ഉള്ളിയും കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ആ എന്താണ് പൈസ അതിന് കൊടുത്തിട്ട് നോക്കും മത്തം കൊണ്ടുവരാൻ അപ്പൊ അവര് ഒക്കെ തൂക്കിയിട്ട് കയറിലിട്ട് അല്ല കവറിലിട്ട് കെട്ടി തന്നത് ഞാൻ എന്ത് ചെയ്യാം? എന്നെ പറയുന്നത് മത്തൻ സാരല്ല, അത് പോട്ടെ അല്ലേ. അത് സാരില്ല. ആ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം പോട്ടേന്ന്. ഇനിയിപ്പോ മത്തം വാങ്ങാനായിട്ട് പോകണം പോലെ 20 രൂപ എണ്ണ കത്തിച്ചിട്ട് ഓടണം. വേണ്ട. കൊണ്ടാട്ടമുളക് കേട്ടോ, ഇത് കൊണ്ടാട്ടമുളക്, ഉള്ളി സാമ്പാർ വെക്കാം നമുക്ക്. കണ്ടോ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഉള്ളി സാമ്പാർ അത് അത് ആ കുഞ്ഞുണ്ണി എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ പൊന്നുവിന് അത് വേണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇനി ഞാനേ ലാൽസലാം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താണെന്നറിയോ, അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇതായി കഴിഞ്ഞാൽ അവിടെയും പോയിട്ട് ചെയ്യണം. അമ്മ അടിച്ചോരി ഇട്ടിട്ടുണ്ട് പറഞ്ഞിരുന്നു, ചിലപ്പോൾ അച്ഛ തുടയ്ക്കും കേട്ടോ. എന്നാലും പിന്നെയും ചെയ്യാനുണ്ട് പണികൾ അല്ലേ. എന്താ ഇനിയേട്ടോ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? ഞാൻ സുവിനെ ആസ്വദിച്ച് കഴിക്കണേ. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഇങ്ങനെ പറയുകയാണ്. എന്തെന്നറിയോ, നിങ്ങളുടെ നല്ല കമൻറ്റ് നമ്മൾ എടുക്കാറുണ്ട്, നിങ്ങളുടെ ചീത്ത കമൻറ്റ് പക്ഷേ ചില സമയത്ത് നമുക്ക് ചീത്ത കമൻറ്റുകൾ നെഗറ്റീവായിട്ട് വരുമ്പോൾ എന്താണെന്നറിയില്ല, നമ്മൾ ഈ സാധാരണക്കാരും നാട്ടിൻപുറത്തുള്ള ആൾക്കാരും ആയതുകൊണ്ടും നമുക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. കള്ളത്തരം ചെയ്ത ആൾക്കാർക്ക് അത് അവരെന്തോ ചെയ്തോട്ടെ, അവരെന്തോ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കും. നമ്മൾ അങ്ങനെ ഒരു ചെയ്യാത്തതും കൊണ്ട് നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് പ്രതികരിക്കാൻ തോന്നിപ്പോവും. അതാണ് അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കേണ്ടി വരുന്നത്. നമ്മൾ അത് ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്കതൊക്കെ ഒരു കള്ളത്തരമായിട്ടാണോ വെച്ചാൽ അതെന്താ, ഇല്ലെങ്കിൽ നമുക്കത് പേടിച്ചിതാക്കി നിൽക്കണം. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങളോട് നമ്മളെല്ലാ കാര്യങ്ങളും അല്ലേ സോനിയെ, ഞങ്ങളുടെ വീട്ടിൽ നടക്കണ ചിലവർ എന്നിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, പ്രസീവ് വീട്ടിൽ നടക്കണ കുറച്ച് കാര്യങ്ങൾ പറയരുത് പറഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടുകാര്യങ്ങൾ അറിയാനാണ്, എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതാവണില്ല. നമ്മളായിട്ടാണ് നിങ്ങളുടെ അടുത്ത് മുമ്പിൽ കാണിക്കുന്നത്. നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു ഉന്നതി നമ്മുടെ കയ്യിലുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കാരണം കൊണ്ടാണ് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മൾ കാണിക്കില്ല കേട്ടാ. നമ്മളെന്തിനൊക്കെ ഇപ്പോൾ ഞാൻ ഒരു ഇതും കൂടി ചോദിക്കട്ടെ, ഇത് പറയുന്നവരോട്. അങ്ങനെ ഇപ്പം നമ്മൾ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? നമുക്ക് രണ്ട് പെൺകുട്ടികളും നമുക്ക് മക്കൾ വളർന്നു വരികയാണ്, അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ നാളത്തെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇനിയിപ്പോൾ 1 പവനോ 2 പവനോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? അതിപ്പോൾ എന്താണെങ്കിലും ഒരു തെറ്റ് എന്ന് പറയാൻ കാരണം എല്ലാ മക്കളും ഇട്ട് നടക്കുമ്പോൾ നമ്മുടെ മക്കളൊന്നും ഇല്ലാണ്ട് നടക്കണതും അതേപോലെ ഒന്നും ഒരു ഇതില്ലാണ്ട് നടക്കുന്നത് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അല്ലല്ലോ. കാരണം ഓരോ പ്രായത്തിൽ കിട്ടേണ്ട കാര്യങ്ങൾ ആർക്കായാലും കിട്ടേണ്ട സമയത്ത് കിട്ടുമ്പോഴാണ് അതിനോട് ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് കുറേ വയസ്സായി കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലില്ലേ എല്ലാ കുട്ടികളും ടൂറ് പോണ സമയത്ത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ 200 രൂപയേ വേണ്ടുള്ളൂ ടൂറ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് അന്നത്തെ എൻ്റെ സാഹചര്യത്തിന് 200 രൂപയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എവിടേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീടും സ്കൂളായിട്ട് ഞാൻ നടന്നിരുന്നു. ഇപ്പം നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞാലും ആ ഒരു കൗതുകം നമുക്ക് തോന്നണില്ല. സത്യം പറയാ, എനിക്കൊരു കൗതുകമായിട്ടേ തോന്നില്ല ആ സമയത്ത്. ആ കുട്ടിപ്രായത്തിലേട്ടാ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോ ആ കമന്റ് എഴുതിയ വ്യക്തി വല്ലാണ്ട് വിഷമിച്ചിട്ടുണ്ടാവും. ഇവര് നേരായി പോവോ ഇനി? ഇതിലെങ്ങാനും വീട്ടില് കഞ്ഞുടിക്കാൻ ബുദ്ധിമുട്ടില്ലാതായിട്ട് വരുമോ ദൈവേ? എങ്ങനെ സഹിക്കുന്ന ചിലപ്പോ തോന്നിയിട്ടുണ്ടാവുമോ? എന്താ ഒരു മനസ്സിലുണ്ടാവുക? എന്തിനാണ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം? നമ്മൾ ഒരാൾ അങ്ങനെ ബുദ്ധിമുട്ട് തീർന്ന് ജീവിക്കണമെങ്കിൽ നന്നായി അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റ്? പിന്നെ ഞാൻ ഒരു കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടം നോക്കി നോക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളൂ പറഞ്ഞല്ലേ, ഇത് യൂട്യൂബ് ആരുടെയും കുത്തകയില്ല, എൻ്റെ അല്ല, നിങ്ങളുടെ ആരുടെയും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയിലും വേണ്ടില്ല ആരും യൂട്യൂബ് ചാനൽ തുടങ്ങരുത്, ആരും യൂട്യൂബിൽ വരരുത് എന്ന് ആരോടും വേണ്ടില്ല. എല്ലാവരും തുടങ്ങാൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. തുടങ്ങുമ്പോഴതിന്റെ ബുദ്ധിമുട്ട് എന്താ, കാര്യങ്ങൾ എന്താന്നുള്ളത് അറിയൂ. പിന്നെ ചില ആൾക്കാർക്ക് എങ്ങനെയെന്നറിയോ, ഇവര് വീട് വെച്ച് നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. 6 വർഷം മുമ്പ് തുടങ്ങിയ വീട് പണി നമ്മൾ ഇപ്പോഴാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഈ 6 വർഷം തീർന്നു. ഇപ്പതാ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുഴക്കിണറടിക്കുക എന്നുള്ളത്. കുഴക്കിണറടിക്കുക പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ 2 ലക്ഷം ഉറുപ്പിയുടെ അടുത്ത് വരും. ഇപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞു, ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മൾ സാധാരണക്കാരനെയാണ്, നമുക്ക് കിട്ടുന്നത് ഒരുപാട് വലിയ എമൗണ്ട് ഒന്നുമല്ല. നമുക്ക് അതിൽ ലോൺ അടയ്ക്കണം, ഫോണിൻ്റെ പൈസ കൊടുക്കണം, നമ്മൾ ഫോൺ അടവിനെടുത്തിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സാഫ് നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് അറിയാലോ, ഇങ്ങനെയൊക്കെ ബാധ്യതകൾ കുറച്ച് ഉണ്ട്, അതൊക്കെ നമുക്ക് അടയ്ക്കണം. ഇതാരോടും ചോദിക്കാണ്ട് നമ്മൾ
ഇതും കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ആരോടും ചോദിക്കുക അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യില്ല. ഇപ്പോൾ ഓരോരുത്തർ പറയണ പോലെ ഇത് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുഴൽക്കിണർ അടിക്കണം, വേനൽക്കാലം വരുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുക. അപ്പം ഇന്ന് പൈപ്പിൽ വെള്ളമുണ്ട്, എന്താ ഇനി 2 വീടായി. 2 വീടായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, മക്കളൊക്കെ അവിടെയാണ് കുളിക്കുക. അപ്പോൾ അവിടെ കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടേ? ഇവിടുത്തെ പോലെ എല്ലാത്തിനും നമുക്ക് വേണം. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ സാഹചര്യം കൊണ്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകണ്ട. ആരോടെന്ന് പറയും. അങ്ങനെ നമ്മുടെ കയ്യിൽ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി പണയം വെച്ചിട്ട് വേഗം ചെയ്ത് എടുക്കില്ലേ? അയ്യോ, എന്താ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എല്ലാവരും ഇട്ട് നടക്കണമെന്നും ഗോൾഡൊന്നും ആയിരിക്കില്ല 10. അയ്യോ, അല്ലെങ്കിൽ ഈ സമയത്ത് ഗോൾഡ് ഇട്ട് ആരും ഈ ജാതി വിലയിടത്തൊക്കെ അതപ്പം ഇന്നൊന്നിട്ട് മലപ്പുറം ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒരാള് കഴുത്തറുത്തിട്ട് പോയി, കഴുത്ത് പൊട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് രാവിലെ വാർത്തയിൽ കണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരല്ലേ പിടിച്ചു, പോലീസ് സിനിമ സ്റ്റൈലിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആരാണ് ഇപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ആരുടെ. അപ്പം ഞാൻ ഇതായിട്ട് പറയല്ല കേട്ടോ. ഞങ്ങൾക്ക് നമ്മൾ എന്താ നിങ്ങളോട് പിന്നെയും പറയണം എന്തെന്നറിയോ, നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ ഇതുവരെ നമ്മൾ ഒരു കാര്യം നിങ്ങളോട് ഒളിച്ചോ പൂത്തിയോ വെച്ചിട്ടില്ല. ഇനി നമ്മൾ ഒളിക്കില്ല. നമ്മൾ നിങ്ങളോട് പറയാതെ, കാരണം നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഒറ്റ കാര്യമാണ് കുറച്ചു കാലം മറച്ചു പിടിച്ചിട്ടുള്ളൂ. അത് വീടിൻ്റെ പണി. ആ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് അത് മാത്രം കുറച്ച് കാലതാമസം വരുത്തി. വേറെ ഒരു കാര്യം നമ്മൾ അന്നേക്കാൾ നല്ല കാര്യങ്ങൾ അന്നേക്കാന്ന് കാണിക്കുന്നുണ്ട്. അതിലൊരു മറയും നമ്മൾ. എനിക്ക് ഭയങ്കര ചിരിയ വന്നത് കേട്ടോ ഇത് കണ്ടപ്പോഴേ. ഞാൻ എന്ത് തോന്നിയാണോ, ഞാൻ അഹങ്കാരിയായിട്ട് തോന്നിയോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നോളൂ, ഞാൻ അയച്ചു തരാം. ഇത് മൊത്തം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ കമൻറ്റ് ഉണ്ട് ടൈൽ കിടക്കുന്നത്, അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒന്നും പറയണ്ട, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ദൈവം എല്ലാവരും നമ്മൾ ഒരാൾ കഷ്ടപ്പെട്ട് കിടക്കുന്ന സമയത്തില്ലേ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണോ പറഞ്ഞു വെച്ചാലും അവർ നന്നാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ നാശാവട്ടെ, അവരങ്ങനെ നന്നായി അവരുടെ വീട്ടിൽ നാളെ മുതൽ ചോറ് വയ്ക്കുക അരി കൂടുതലുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. നമ്മൾക്ക് ദൈവം ചിലപ്പോൾ ബുദ്ധിമുട്ടാ തരുന്നു പറഞ്ഞാലും വേറുള്ളവർ നന്നാവട്ടെ അല്ലേ ഏട്ടാ? നമ്മളങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഒരു രസമായിട്ട് നമ്മൾ കമൻറ്റിന് മറുപടി പറയുക അങ്ങനെ ചെയ്യല്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. തെറ്റിദ്ധാരണ, നിങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ നമ്മളോട്. അപ്പം അതും കൊണ്ട് പറയുക. കാരണം വീട് ആയ സമയം മുതൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വീടായല്ലോ എന്നുള്ളൊരു ഇടങ്ങറ ചിലപ്പോൾ ചിലവർക്കുണ്ടാവും. വീടാവാതിരിക്കാൻ പറ്റില്ല. 6 കൊല്ലം കാത്തുനിന്ന് വീടായില്ലെങ്കിൽ പിന്നെ ഏത് കാലത്ത് വീടാക്കേണ്ടത്? പിന്നെ നിങ്ങളിത് ചിന്തിച്ചു, വീട് നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് പറഞ്ഞിട്ട് ഇനി വീടില്ലാതിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ചിന്തിച്ച് നോക്കുക. എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പം മാറി വേറെതായാലും 2 മക്കൾ വളർന്നു വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത രീതിക്ക് ഒരു മാറ്റം വന്നില്ല. എപ്പോഴും നമ്മുടെ മക്കൾ അവിടെ ഇവിടെ ആയിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്, നമ്മളും അവിടെ ഇവിടെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. വീട് കിടത്ത അവിടെയാണെങ്കിലും ഭക്ഷണം കഴിക്കൽ ഇവിടെ ഉണ്ട്, ഭക്ഷണം കഴിക്കൽ കിടത്തം ഇവിടെയാണെങ്കിലും ഭക്ഷണം കഴിക്കൽ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടൊക്കെ നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്. നമുക്കൊരു വീട് വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു മാറ്റം ഒന്നിലും വന്നിട്ടില്ല. പിന്നെ ഇപ്പം മക്കളൊക്കെ എത്ര വളർന്ന് ഇത്രയായി, അവർക്കൊരു കിടക്കാനൊരു വീട് പാടില്ലേ? നമുക്കൊരു വീടിന്റെ പാടില്ലേ? ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മള് ഇത്ര വർഷം ഇവിടെ ജീവിക്കാൻ കടം ബാധ്യത വരുത്തിയിട്ട് നമുക്ക് തന്നെ ഒരു വീടുള്ളത്, അങ്ങനെ ജീവിതകാലം മുഴുവൻ ആ വീട് അങ്ങനെ സ്മാരകന്മാര് വെക്കണം. പിന്നെ ആരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മനുഷ്യന്റെ ഓരോ അവസ്ഥകളാണ്. അപ്പം നമ്മളെന്നും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്നും എത്ര കാലം നമ്മൾ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് പോവില്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ദൈവം വിളിക്കേണ്ട സമയമാകുമ്പം വിളിക്കും. അപ്പൊക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഓരോ കടമകൾ നമ്മൾ ചെയ്തു തീർത്ത് പോവുക അല്ലേ ഏട്ടാ? അത്രേ ചിന്തിക്കാനുള്ളൂ. പിന്നെ സുകന്യക്കും കൂടി ഒരു വീടായുള്ള അവസ്ഥ എന്തായിരിക്കും സുകന്യ? വീഡിയോ നിർത്തേണ്ടി വരുമോ? സുകന്യക്കും വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ നിർത്തുക, പിന്നെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അല്ല നമ്മളിത് എന്താ ഇതിന് പറയല കേട്ടോ. കുറെ പേര് നമ്മുടെ വീട്ടിലേക്ക് വരട്ടേന്ന് ചോദിച്ചിട്ട്, അന്ന് ഫംഗ്ഷന് വരാൻ പറ്റിയില്ല വരട്ടേന്ന് ചോദിച്ചിട്ട് നമുക്ക് കമന്റ് ഇട്ടിരുന്നു. തീർച്ചയായും വരൂ, സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് കണ്ടിട്ട് പോവാലോ അല്ലേ? വരുന്ന സമയത്ത് നമ്മൾ തന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് വരണേ. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കള്ളത്തിനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളോടും വരണ്ടെന്ന് പറയും. നമ്മൾ എന്നോ തൊട്ട് എല്ലാവരോടും പറയുന്നത് എപ്പോഴാച്ചാൽ നിങ്ങൾക്ക് വരാം, എപ്പോഴാച്ചാൽ വിളിക്കുക വരാന്നുള്ളതൊക്കെ നമ്മൾ എല്ലാവരോടും പറയുന്നതാണ്. വരുന്നവരൊക്കെ ശനി ഞായറും നമ്മളെ വീഡിയോ ഇടലുണ്ട്, പിന്നെ നമ്മൾ വന്നു എന്ന് പറയലുണ്ട്. ഫോട്ടോ വീഡിയോയിൽ കാണിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ കാണിക്കില്ല. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച 4 ഫാമിലി വന്നു. കഴിഞ്ഞ ഞായറാഴ്ച 4 ഫാമിലി വന്നു. അതിന്റെ മുമ്പത്തെ പ്രാവശ്യമാണോ എന്ന് വെച്ചാൽ
ഞായറാഴ്ച ദിവസം ആൾക്കാർക്ക് ലീവുള്ള സമയത്ത് അവരൊക്കെ വന്നു. ഒരു 3 മണിക്ക് ശേഷം എല്ലാവരും കുറെ പേര് വന്നിട്ട് പോവാറുണ്ട് കേട്ടോ. ഒരാളും വരണ്ടെന്നുണ്ട്, ഒരാൾ വിളിക്കാനോ ഒരാൾക്ക് നമ്പർ കൊടുക്കാനോ, ഒരാൾ എന്തിനാ ഫംഗ്ഷൻ എല്ലാരും വിളിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ആരും അറിയണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും വിളിക്കാൻ ഇന്നിപ്പോ ചിലപ്പോ വരുന്നുണ്ടാവും കേട്ടോ, ഒന്ന് ഉച്ചയ്ക്ക് ശേഷം. എന്താ കാരണം ഞായറാഴ്ച നമുക്ക് അധികം ആൾക്കാർ ഫ്രണ്ട്സ് എന്താ നമ്മൾ ഈ കുടുംബങ്ങൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എത്ര പേര് വന്നിട്ട് പോകുന്നുണ്ട് പറഞ്ഞിട്ട്. കഴിഞ്ഞ ആഴ്ച നമുക്ക് എത്ര പേരിലേട്ടാ ഞാൻ പറഞ്ഞില്ല ചായക്കാൻ പാലില്ല വെള്ളം കലക്ക, എന്നിട്ട് നമ്മൾ പിന്നെ ഒക്കെ പോയിട്ട് വേഗം ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്. കുറേ പേര് പറഞ്ഞു ഫംഗ്ഷന് വരൂല്ലേ സുനിയെ, ഞങ്ങളെ കാണാലോ, ഞങ്ങളെ ഈ ഒരു കോളത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇല്ലെങ്കിലും കൂടി എത്ര പേര് വന്നു പോണു അല്ലേ. ഇവരെയൊക്കെ കണ്ട് പോണുണ്ട്. നമുക്കത് സന്തോഷമേ ഉള്ളൂ. അതും കൊണ്ടല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരാം. നമ്മൾ ഏതൊരു ഇതുപോലെ ഇല്ല, കാരണം നിങ്ങളാണ് നമ്മുടെ എല്ലാം അല്ലേ. അതാണ് നമ്മൾ ഒരിക്കലും വന്ന വഴിയോ അല്ലെങ്കിൽ ചെയ്തു തന്ന ഉപകാരങ്ങളോ ഒരിക്കലും മറക്കില്ല കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.